നമസ്കാരം. ഞാനിപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആരതിപ്പൊടിയും പിരിഞ്ഞു. ഞാനും അത് കുറച്ച് മുന്നെയാണ് ഒരു വീഡിയോ കാണാനിടയായത്. ആ വീഡിയോയിൽ പറയുന്നതനുസരിച്ച് ആരതിപ്പൊടി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ അൺഫോളോ ചെയ്യുകയും മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള ഒരു ബന്ധം കണ്ടുപിടിക്കുകയും അവരുടെ വോയിസ് ക്ലിപ്പുകൾ ഉൾപ്പെടെ ആരതിപ്പൊടിയുടെ കയ്യിൽ ഉണ്ട് എന്നുമാണ് ആ വീഡിയോയിൽ നിന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കുറിച്ച് നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല. ബിഗ് ബോസ് സീസൺ 4 ഏറ്റവും കൂടുതൽ ആരാധകരെ സമ്പാദിക്കുകയും അതുപോലെ ഒരു സ്റ്റാർഡമിലേക്ക് വളർന്നു വരികയും ചെയ്ത ഒരാളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അതേ ഒരു മത്സരാർത്ഥിയായ ദിൽഷയുമായി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയും ദിൽഷ പക്ഷേ അതിൽ നിന്ന് നിരസിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. അതിനുശേഷം നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, ഒരു ഇന്റർവ്യൂവിൽ വെച്ച് ആരതിപ്പൊടിയുമായി കണ്ടുമുട്ടുകയും ആരതിപ്പൊടിയുമായി ഇഷ്ടത്തിലാവുകയും രണ്ടുപേരും നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഞാൻ ഇവരുടെ റീൽസും ഒക്കെ കണ്ടതാണ്. റീൽസും ഫോട്ടോസും എല്ലാം കണ്ടാണ്. ഇവരെ എവിടെയും പോയാലും ഫംഗ്ഷനിൽ ഒരുമിച്ച് കൂടുതലും പോകാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഇങ്ങനൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. നല്ലൊരു ജീവൻ നയിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് സ്പ്രെഡ് ആകുന്നത്. ആരതിപ്പൊടി ഡോക്ടറെ അൺഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ കയറി നോക്കിയായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ആരതിപ്പൊടി ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഡോക്ടറെ അൺഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ഇട്ടിരിക്കുന്ന വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. അൺഫോളോ ചെയ്ത ഫ്രണ്ട്സിനെ എഗെയിൻ ഫോളോ ചെയ്യുക, സാഡ് സ്റ്റോറീസ് ഇടുക, വാട്ട് എ ഇമേച്വർ ആൻഡ് ചീപ്പ് ആക്ഷൻ യു ഡു. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെ കൺഫ്യൂഷൻ ആക്കുക. ലൈഫ് ആൻഡ് റിലേഷൻഷിപ്പ് ഒരു കുട്ടിക്കളിയായി കാണാതെ നോക്കുക. നിങ്ങളെ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളുടേതായ സ്പേസിൽ പറഞ്ഞു തീർക്കുക. പിന്നെ ഒരു കാര്യം, പൊടിയെ ആരും ഫോഴ്സ് ചെയ്തിട്ട് ഒന്നും. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് മറ്റുള്ള ഒരു പെൺകുട്ടിയുമായിട്ടുള്ള അടുപ്പം അത് ആരതിപ്പൊടി കണ്ടുപിടിക്കുകയും അതിനുശേഷം ഉണ്ടാകുന്ന അതിനുശേഷമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുമാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും ഞാനിത് കയറി നോക്കിയായിരുന്നു. ആരതിപ്പൊടി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ അൺഫോളോ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിനുശേഷം ഒന്ന് കേട്ട് നോക്കി. അപ്പൊ ആരതിപ്പൊടി തിരിച്ചു കൊടുത്ത കമന്റ് ഞാൻ ഇവിടെ വായിക്കുകയാണ്. ജൂൺ 26 മാരേജ് ഫിക്സ് ചെയ്തിരിക്കുമ്പോൾ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് പ്ലസ് വൈഫ് ആവാൻ പോകുന്ന പെണ്ണിന്റെ ഫ്രണ്ടിനോട് ക്രഷ് തോന്നുന്നതാണോ മെച്യൂരിറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. ജൂൺ 26 മാരേജ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഇനി 4 മാസങ്ങളേ ഉള്ളൂ. 4 മാസങ്ങളിൽ ഈ മാരേജ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു കാലയളവിൽ ഈ പറയുന്ന ആരതിപ്പൊടിയുടെ ഫ്രണ്ടുമായിട്ട് ക്രഷ് തോന്നുകയും അവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് വയ്ക്കുന്നത് ആരതിപ്പൊടി അറിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതില് വോയിസ് എന്നെ കൊണ്ട് പബ്ലിക്കലി ഇടിയിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ അപ്പോൾ ഈ മെസ്സേജ് ഒരു റോബിൻ ആരാധകൻ ആരതിപ്പൊടിയോട് ചോദിച്ചതാണ്. നിങ്ങൾ റിലേഷൻഷിപ്പ് ഇല്ല, നിങ്ങൾ അൺഫോളോ ചെയ്തിട്ട് നിങ്ങളാണെങ്കിൽ സാഡ് മെസ്സേജ് ഒക്കെ ഇടുന്നു, നിങ്ങൾക്ക് ഒരു ഇതില്ലേ, നിങ്ങളാണ് ആദ്യം പോയി നിങ്ങളോട് ഇഷ്ടം പറഞ്ഞത്, റോബിനോട് പോയി നിങ്ങൾ ഇഷ്ടം പറഞ്ഞത് നിങ്ങളല്ലേ എന്നൊക്കെയാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. പക്ഷെ അതിനുള്ള മറുപടിയാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. ആരതിപ്പൊടി കൊടുത്ത മറുപടി ഇങ്ങനെയാണ്. ജൂൺ 26 മാരേജ് ഫിക്സ് ചെയ്തിരിക്കുമ്പോൾ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ്, അതായത് 2 പേരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, വൈഫ് ആവാൻ പോകുന്ന പെണ്ണിന്റെ ഫ്രണ്ടിനോട് ക്രഷ് തോന്നുന്നത് ആണോ മെച്യൂരിറ്റി എന്നാണ്. അപ്പോൾ ജൂൺ 26 ഇവരുടെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടെന്നും ഇവരുടെ കല്യാണം നമ്മളെല്ലാം അറിഞ്ഞതാണ്. ജൂൺ 26 ഇവരുടെ കല്യാണം, രണ്ടുപേരുടെയും ആരതിപ്പൊടിയുടെയും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെയും കല്യാണം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു മെസ്സേജ്, ഈ മെസ്സേജാണ് നമുക്ക് പ്രധാനം. എന്ന് വെച്ചാൽ ആരതിപ്പൊടി കൊടുത്ത മറുപടി, ജൂൺ 26 ഇങ്ങനെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന ഒരു പെണ്ണിന്റെ കൂട്ടുകാരിയോട് റിലേഷൻഷിപ്പ് വെക്കുന്നതാണോ മെച്യൂരിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുശേഷം അതിന് താഴെ ആരതിപ്പൊടി മറ്റൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. വോയിസ് എന്നെ കൊണ്ട് ഇടിയിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. വോയിസ് ക്ലിപ്പുകൾ എന്നെ കൊണ്ട് ഇടിയിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ സംബന്ധിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ ആരതിപ്പൊടി എടുത്തുണ്ടെന്നും ഈ വിഷയത്തെക്കുറിച്ചുള്ള അത് എന്നെ കൊണ്ട് ഇടിയിക്കരുതും എന്നാണ് ആരതിപ്പൊടി ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഇവർ തമ്മിൽ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോവുകയായിരുന്നു. നമുക്കെല്ലാം സന്തോഷമായിരുന്നു. രണ്ടുപേരും ഇപ്പൊ തന്നെ പലയിടങ്ങളിൽ പോകുമ്പോഴും ഒരുമിച്ച് പോവുകയും ഒരേ ഫംഗ്ഷനിൽ പങ്കെടുക്കുകയും നല്ല സന്തോഷത്തോടെയാണ് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ അതിന് പുറകിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്നുള്ളത് ഇപ്പോൾ കുറച്ച് മുന്നെയാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ഇവർ തമ്മിൽ ചെറിയ ചെറിയ വിഷയങ്ങളോ ഇഷ്യൂകളോ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ വല്ലതും ആണെങ്കിൽ അത്
ആ തെറ്റിദ്ധാരണയൊക്കെ മാറി ഇവർ ഒരുമിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. മറിച്ച് ഇതിൽ ആരതിപ്പൊടി പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ തന്നെ നിൽക്കും. എന്ന് വെച്ചാൽ ഇതിനു മുന്നേ പലരും, നമുക്കറിയാം 4th സീസൺ കഴിഞ്ഞിട്ട് കുറെ സമയം കഴിഞ്ഞപ്പോൾ പലരും ഡോക്ടർ റോബിനെ കുറിച്ച് നെഗറ്റീവ് പറയുകയും അതിലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഒരുപാട് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു വലിയൊരു ഹൈപ്പിൽ നിൽക്കുന്ന വലിയൊരു സ്റ്റാർഡം ഉള്ള, ഇത്രയും ഫോളോവേഴ്സും ഇത്രയും ആരാധകരുമുള്ള ഒരു നടനെ, ഒരു ആരാധകരുള്ള റോബിനെ കുറിച്ച് പറയുമ്പോൾ പലരും അത് വിശ്വസിക്കാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരും. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ആരതി പറഞ്ഞ സ്ഥിതിക്ക് ഇത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ടുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പോക്കിന് ഒരു തടസ്സമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇവർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഇവർ തമ്മിൽ തന്നെ പറഞ്ഞു തീർത്ത് ഒരു നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇതിന് മുന്നോട്ടുള്ള വീഡിയോസ് ഒന്നും ഇനി വന്നിട്ടില്ല. അവരുടെ ഭാഗത്തു നിന്നും ഒരു ക്ലാരിഫിക്കേഷനോ ഒന്നും ഇതിനെപ്പറ്റി വന്നിട്ടില്ല. ഡോക്ടറിന്റെയോ ആരതിയുടെയോ ഭാഗത്തു നിന്നൊന്നും വന്നിട്ടില്ല. വരട്ടെ. വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.